ബെഹ്റയുടെ തുറന്നുപറച്ചിൽ ഇത്രയും വൈകിയത് എന്തുകൊണ്ട്? സേവന കാലാവധി തീരുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എങ്കിലും ആ ഞെട്ടിക്കുന്ന സത്യം കേരളത്തോട് വിളിച്ചു പറഞ്ഞ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് അഭിനന്ദനങ്ങൾ. മാസങ്ങളോളം തന്റെ ഉറക്കം നഷ്ടപ്പെടുത്തി അദ്ദേഹത്തിന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിയ ഒരു ഭീകര സത്യമായിരിക്കാം അദ്ദേഹം ഇന്നലെ വിളിച്ചു പറഞ്ഞത്. ചില സത്യങ്ങൾ അങ്ങനെയാണ്. അവ ലോകത്തോട് തുറന്നു പറയുന്നതുവരെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. പ്രത്യേകിച്ച് അവ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവന്റെ സുരക്ഷിതത്വത്തെ പോലും ബാധിക്കുന്ന വിഷയമാകുമ്പോൾ. കേരളം ഭീകര സംഘടനകളുടെ റിക്രൂട്ടിംഗ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞെന്നും കേരളത്തിൽ നിന്ന് ഏറെ കാലമായി IS എന്ന ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ഇന്നലെ തുറന്നു പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ പോലും വർഗീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ചിലർ ആസൂത്രിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും അവ നടപ്പിലാക്കുവാനും വേണ്ട രഹസ്യ നിർദ്ദേശങ്ങൾ നൽകുന്ന സ്ലീപ്പിംഗ് സെല്ലുകളും ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ഒരു പ്രമുഖ ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കേരള പോലീസ് മേധാവി വെളിപ്പെടുത്തിയ ഇക്കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം ഇന്നലെ ഞെട്ടലോടെയാണ് കേട്ടത്. എന്തെന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്കിടയിൽ നമ്മുടെ വീടുകളുടെ സമീപത്ത് നമ്മൾ അറിയാതെ നമുക്ക് തിരിച്ചറിയാനാകാത്ത വിധത്തിൽ ഭീകരരും ഭീകര സംഘടനകളും പ്രവർത്തിക്കുന്നു. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് പുതിയ അറിവല്ല. കേരളത്തിലെ IS ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയും ഇവിടെ ശക്തി പ്രാപിക്കുന്ന മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുൻ പോലീസ് മേധാവിയും പലതവണ ഭരണാധികാരികൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. പക്ഷേ രാജ്യസുരക്ഷയും ജനങ്ങളുടെ ജീവനെ തന്നെയും ബാധിക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുവാൻ ഇവിടെ ഭരണം നടത്തുന്നവരോ അവയെക്കുറിച്ച് ചർച്ച നടത്തുവാൻ ഭരണത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ താല്പര്യം കാണിച്ചില്ല എന്നതാണ് ഏറെ ഖേദകരം. ജനങ്ങളുടെ സുരക്ഷയേക്കാൾ തങ്ങളുടെ വോട്ട് ബാങ്കിൽ വന്നേക്കാവുന്ന വിള്ളലിനെ പറ്റി ആശങ്കപ്പെടുന്ന ഇടത് വലത് മുന്നണികൾ അപകടകരമായ ഈ നിസ്സംഗതയ്ക്ക് തുല്യ ഉത്തരവാദികളാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരള പോലീസ് നടത്തിയ റെയ്ഡിൽ ഏതെങ്കിലും മതമൗലികവാദികളോ ഭീകരരോ പിടിക്കപ്പെട്ടതായി നാം കേട്ടിട്ടില്ല. അന്തർദേശീയ അന്വേഷണ ഏജൻസികളും ദേശീയ അന്വേഷണ ഏജൻസികളും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിനും തിരിച്ചറിയാൻ കഴിയുന്ന കേരളത്തിലെ ഭീകര സാന്നിധ്യം നമ്മുടെ പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന കാര്യം വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരവും എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുവാൻ DGPക്ക് റിട്ടയർമെന്റ് വരെ കാത്തിരിക്കേണ്ടി വന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ഒന്ന് തന്നെ ആകാനാണ് സാധ്യത. ഭരണ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ചെലുത്തുന്ന സമ്മർദ്ദം. ഇനിയും അവർ നിശബ്ദരായിരുന്നാൽ കേരളത്തിന്റെ ഭാവി